തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകനായ സുകാന്ത് സുരേഷിനെ കണ്ടെത്താനാകാതെ പോലീസ്. യുവതിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഒളിവിൽ പോയ സുകാന്ത് സംസ്ഥാനം വിട്ടെന്നാണ് സംശയം. പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഇരുട്ടിൽ തപ്പുകയാണോ പോലീസ്? കൃഷ്ണരാജ്, തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘ മധുവിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം കുടുംബമാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് മകളുടെ ആത്മഹത്യയ്ക്ക് കാരണം മറ്റൊരു ഉദ്യോഗസ്ഥനാണ്, അതും IBയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, സഹപ്രവർത്തകനാണെന്നൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ പോലീസും ഈ അന്വേഷണം ആരംഭിക്കുന്നത്. ഈ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ സുകാന്ത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കുടുംബവുമായി അവിടുന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ഇങ്ങോട്ട് 1.5 ആഴ്ച പിന്നിടുമ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ സുകാന്തിനെതിരെ ബലാത്സംഗ കേസടക്കം ചുമത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ സുകാന്ത് എവിടെയാണെന്ന കാര്യത്തിൽ ഇതുവരെ പോലീസിന് യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. കണ്ടെത്താനും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അന്വേഷണം വ്യാപകമാക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്. എന്നാൽ അതിൽ എവിടം വരെയായി അതിൻ്റെ നിജസ്ഥിതി എന്നതടക്കമുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസിനും തന്നെ ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനം വിട്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തുന്നത്. ഇനി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം നടത്തുന്നുമുണ്ട്. മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണവും പോലീസ് നടത്തി വരികയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ സുകാന്ത് വക്കീൽ മുഖാന്തരം ഹൈക്കോടതിയിലൊരു ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അതായത് ഈ ആത്മഹത്യ ചെയ്യപ്പെട്ട IB ഉദ്യോഗസ്ഥയും താനുമായി പ്രണയത്തിലായിരുന്നു. ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുവാൻ നേരത്തെ ഇരുവരും നിശ്ചയിച്ചതാണ്. ആ കുടുംബവുമായി, തൻ്റെ കുടുംബം ഈ മേഘയുടെ കുടുംബവുമായി സംസാരിച്ചിരുന്നിരുന്നു എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം മുന്നോട്ട് പറയുകയും ചെയ്തു. ഈ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ കുടുംബം ഇത് അംഗീകരിച്ചിട്ടില്ല. കാരണം കുടുംബം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ഈ മേഘയെ ചൂഷണം ചെയ്തിരുന്നു, ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്ന കാര്യം കുടുംബം പറയുന്നു. അതായത് മറ്റൊരു ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രമടക്കം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതും കുടുംബം പറയുന്നുണ്ട്. ഇത് ചൂഷണം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്നതാണ് ഇപ്പോൾ കുടുംബവും ആരോപിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ അന്വേഷണം കാര്യക്ഷമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ല എന്ന് നമുക്ക് വേണം പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും കാലം ഒരു 1.5 ആഴ്ച പിന്നിടുന്നു ആത്മഹത്യയ്ക്ക് ശേഷം. അതിനുശേഷവും ഈ സുകാന്തിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. എവിടെയെന്ന ചോദ്യത്തിന് യാതൊരു ഉത്തരവുമില്ല. എന്നാൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുകയും ചെയ്തത്. ഇനി ഈ സുകാന്തിനെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മാത്രമായിരിക്കും മറ്റു കാര്യങ്ങളിലുള്ള കൂടുതൽ വ്യക്തതകൾ പോലീസിന് വരികയുള്ളൂ. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല, ഈ സുകാന്തിനെതിരെ മറ്റു സ്ത്രീകളും ലൈംഗികമായ ചൂഷണത്തിൻ്റെ അടക്കം കാര്യങ്ങളിൽ പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിൽ പരാതിപ്പെട്ടില്ലെങ്കിൽ പോലും അങ്ങനെ പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. IBയും ഇതുമായി ബന്ധപ്പെട്ട സസ്പെൻഷൻ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഈ കുംഭമേളക്കാലത്ത് അദ്ദേഹം ഇവിടെ നിന്നും ലീവ് എടുത്ത് പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം വാരണാസിയിൽ പോയി അവിടെയും സമാനമായ ഒരു കേസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിവരങ്ങളും ഒരു അനൗദ്യോഗിക വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും IBയും ഈ വിവരം അന്വേഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടന്നു വരികയാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടായാലും ശരി, മറ്റു വിവരങ്ങളായാലും അതായത് സുകാന്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളായാലും ശരി, അതിൽ കൂടുതൽ എന്തെങ്കിലും വ്യക്തതകൾ വരണമെങ്കിൽ ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടിയിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഈ ആത്മഹത്യയുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കൃഷ്ണരാജ്, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.